ഹലോ ഗായ്സ്, ഞാൻ മാത്തസ് അഡ്വഞ്ചറാണ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണ മൈൻക്രാഫ്റ്റിൽ നമ്മുടെ ഒന്ന് ബിൽഡിംഗ് ഒന്നുമല്ല ഗൈസ്, നമ്മളിന്ന് ഡയമണ്ട് കണ്ടുപിടിക്കാൻ പോവാണ്. ഗൈസ് ഞാനേതോ ഒരു ഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഈ ഷിപ്പിനകത്ത് പോയിട്ട് കുറേ ട്രഷറൊക്കെ എടുത്തായിരുന്നു. ട്രഷറിനകത്ത് ട്രഷർ എന്ന് വെച്ചാൽ അങ്ങനല്ല, ഒരു ട്രഷർ മാപ്പ് ഉണ്ടായിരുന്നു ഗൈസ്. ട്രഷർ മാപ്പിൽ കുറച്ച് അയണൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഈ ചെയിൻ സാധനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ ആ ട്രഷർ മാപ്പ് പോയി എങ്ങനെ ഇതാണ് ആ സാധനം. ട്രഷർ മാപ്പ് ഞാൻ ചെയിന് അയണൊക്കെ ഇവിടെ ഞാൻ അയണൊക്കെ വന്ന് ഞാൻ എൻ്റെ അയൺ പിക്കാക്സ് എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്കിത് എടുക്കാനേ, സോഡ് എടുക്കാൻ. അപ്പോൾ കുറച്ച് അയണ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഫർണസിൽ ഞാൻ കുറച്ച് നേരം AFK ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിനകത്തൊന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫർണസിൽ അത് വെച്ചിട്ടുണ്ട്. ആ ഫർണസ് ഇതാണ്. ഓക്കെ ഗൈസ്, നമുക്കൊരു സോഡ് എടുക്കണം. സോഡ് എടുക്കാം ഗൈസ്, അല്ലെങ്കിൽ ഇരുടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്താണ് കോൾ ഈ നെതറൈറ്റ്സോട് ഞാൻ അറിയാണ്ട് എടുത്ത ക്രിയേറ്റീവില്. ഇതൊക്കെ എനിക്ക് ആ ഷിപ്പിൻ്റെ അവിടെ നിന്ന് കിട്ടിയതാ. ഓക്കെ ഗൈസ്, അപ്പോൾ കുറച്ച് കോൾ എടുക്കുക. കോളില്ല, സ്റ്റിക്ക് വേണം. ഗൈസ്, നമുക്ക് കുറച്ച് ഇവിടെ മരങ്ങളൊന്നുമില്ല. അയ്യോ, എൻ്റെ അളിയ പഴം. എന്തായിരുന്നു ഈ നമുക്ക് എടുക്കേണ്ടത്? കോള് കഴിഞ്ഞ് വെറുതെ നമ്മുടെ കോള് അതിൻ്റെ അകത്തിരിക്കുക. അതെവിടാ? ഇവിടെയാണോ? എൻ്റെ അളിയ, ഇവിടെ തന്നെ ഞാൻ പീസ്ഫുൾ മോഡിൽ വെച്ചേക്കാണ്. അപ്പോൾ പ്രശ്നമില്ല. ഇപ്പം എത്ര ഇടുന്ന ഹാർട്ട് കൊടുക്കുന്ന പീസ്ഫുൾ മോഡിലായോണ്ടായിരുന്നു. I know
സജീവ് ഏതോനാടാ ഓ എത്ര പെട്ടെന്ന് ഞാൻ അടിച്ചു തീർത്തത്. റെഡ് സ്റ്റോൺ എൻ്റെ അളിയ എന്താണ് സ്ഥലം? ഓ ലാബീസിലാ സ്കൂള്. എൻ്റെ അളിയ നമ്മള് ഇനിയും ഡീപ്പറിലെത്തി ഗൈസ്. ഓ ലാവ എവിടെ ഡയമണ്ട് ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട്. ഇവിടെ ഡയമണ്ട് കിട്ടാൻ നല്ല. ഓ ഗോൾഡ് ഇങ്കട്ട് എൻ്റെ അളിയ ഇത് വീണ പിന്നെ ഫുള്ള് പ്രശ്നമാവും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആണവ യുദ്ധത്തിലേക്ക് അടുത്തിരുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അവിടാണ് ഇവിടെ ആ ബ്ലോക്ക് മാൻകോ ആണെങ്കിൽ ഈ സൈഡ് ഇങ്ങനെ പോവായിരുന്നു. സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക ഗ്രൂപ്പ് ഓഫറുകളും സന്ദർശകർക്കായി ഒരുക്കിയെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഇന്നത്തെ സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡൻ ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇൻ സ്പർശയോടൊപ്പം. ഇവിടെ ഡയമണ്ട്സ് ഉണ്ടോയെന്ന് തോന്നുന്നില്ല, പക്ഷേ ഡയമണ്ട്സ് ഉണ്ടാവേണ്ട ഒരു സ്ഥലമാണ്. കണ്ടിട്ട് തോന്നുന്നില്ല.
Virtual Paints. യോ Trust. ഗൈസ് ഡയമണ്ട് എൻ്റെ അളിയ. യോ ഈ നേരത്താണ് ഇതിന്. യോ ഡയമണ്ട് എൻ്റെ മോനെ. ഷ്യൂ എൻ്റെ അളിയ. ഓ എൻ്റെ മോനെ അയാളുണ്ട്. നിങ്ങൾക്ക് എൻഡ്രാഗിനെ തോപ്പിക്കാൻ അല്ലല്ലല്ലേ. ഒരു പുതിയ വാർത്താ ബുള്ളറ്റിൻ ആരംഭിക്കുകയാണ്. 2 മണി മുതൽ 3 മണി വരെ നിങ്ങൾക്ക് അവിടെ ഫുള്ള് ഡിഗ് ചെയ്ത് നോക്കാം. ഇന്നത്തെ വൻ വാർത്തയിൽ സുഹൈൽ എവിടെയാണ് ഇവിടെ അല്ലേ? You are watching 24. ഇടിയിലെ ഉടായിപ്പുകൾ. ഇടി കേസിൽ ഊരിത്തരാമെന്ന് പറഞ്ഞ വ്യവസായി നിന്ന് 2 കോടി രൂപ തട്ടിയ കേസിൽ കള്ളൻ കപ്പലിൽ തന്നെ പിടിയിലായ പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പ്രതി ചേർത്തത് ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ. ശേഖർ കുമാറിന് 1-ാം പ്രതിയാക്കി റിപ്പോർട്ട് അജിത്തിന്റെ പിന്നാമ്പുറത്ത് വമ്പന്മാർ. പിടിയിലായവരിൽ മുംബൈയിൽ ജോലി ചെയ്യുന്ന മലയാളി ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് എന്നയാളും കേസിലെ 3-ാം പ്രതിയും ഹവാല കേസിലടക്കം പ്രതിയുമായ മുകേഷ് ഇഡി ഓഫീസിലെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് എടാ എന്നാ നമ്മളെ ഡയമണ്ട് എൻ്റെ അളിയ. സർക്കാർ ശമ്പളം കൊണ്ട് ജീവിക്കാൻ മതിയാകാതെ എക്സൈസ് ഉദ്യോഗസ്ഥർ. പെരുമ്പാവൂരിൽ പോലീസ് ചമഞ്ഞ് ഇതര സംസ്ഥാനക്കാരെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ എക്സൈസ് ഉദ്യോഗസ്ഥർ സ്ഥിരം പ്രശ്നക്കാർ. സേനയ്ക്ക് മാനക്കേടുണ്ടാക്കുന്നത് പതിവ്. പണം തട്ടാൻ എന്തും ചെയ്യാൻ മടിക്കാത്തവർ. പിടികൂടുന്ന ലഹരിയുടെ അളവ് കുറച്ച് രേഖപ്പെടുത്തി ബാക്കി പുറത്ത് വിറ്റും കീശ വീർപ്പിച്ചവർ. 1-ാം പ്രതി സലീം യൂസുഫ് വിജിലൻസിന്റെ നോട്ടപ്പുള്ളി. തട്ടിപ്പിന്റെ സ്കോപ്പ് കുറഞ്ഞതോടെ സ്വയം വിരമിക്കൽ അപേക്ഷ കൊടുത്തയാൾ. 2-ാം പ്രതി സിദ്ധാർത്ഥ് എഞ്ചിനീയറെ കള്ളക്കേസിൽ കുടുക്കിയതിലും പ്രതി. അയണിങ്കട്ട് ശരി. അയൺ ഉണ്ടാക്കാൻ വല്ലതും വഴിയുണ്ടോ? യുവാവിനെ കാറടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒളിമറയത്തോട് ഉദ്യോഗസ്ഥൻ കൂടി. കാറടിപ്പിച്ച് എൻ്റെ അളിയ. രക്ഷപ്പെടാൻ സഹായിച്ചത് മറ്റൊരു നമ്മളെ ഡയമണ്ട് ഗൂഢാലോചന തെളിഞ്ഞാൽ ഏ പ്രതികളുടെ ഇൻസ്പെക്ടർ No sé, Sato City semana. ശേഖരിച്ച ശേഷം കസ്റ്റഡി അപേക്ഷ നൽകാൻ തീരുമാനം. കാത്തിരിപ്പ് വിവരം വെള്ളപ്പാറയിൽ നിന്ന് കാണാതായ 17-കാരുടെ തിരോധാനത്തിൽ വഴി. നമ്മുടെ ടോർച്ച് കഴിഞ്ഞു, ഒരെണ്ണം കൂടെ ഉള്ളു. 15 വർഷത്തിന് ശേഷം പ്രതി ബിജു പൗലോസ് പിടിയിൽ. 2011 സെപ്റ്റംബറിൽ കടലിൽ നിന്ന് കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം ഒന്നും കാണില്ല കേട്ടാ. DNA പരിശോധനയിൽ അയണ്ട കേസിൽ കൂടുതൽ പ്രതികൾ നിഗമനം. എൻ്റെ അള്ളി. അതിന് നമ്മുടെ വേറെ ഇത് നോക്കാൻ കഴിയും. വീട്ടുകാരെ അറിയിച്ച ശേഷം ഈ ലെവലിലൊക്കെ ആണ് സാധാരണ ഉണ്ടാവാറ്. ഒരെണ്ണേ കിട്ടിയിട്ടുള്ളൂ, വേറെ കിട്ടുമോ നോക്കാം. തട്ടിപ്പ് കേസിൽ നിന്ന് തടിയൂരാൻ സ്വയം ചരമം രചിച്ചു. സ്വന്തം മരണവാർത്ത പത്രത്തിൽ കൊടുത്ത് കേസിൽ നിന്ന് രക്ഷപ്പെട്ട് തമിഴ്നാട്ടിലേക്ക് മുങ്ങിയ പ്രതി പിടിയിൽ. പിടിയിലായത് മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കുമാരനല്ലൂർ സ്വദേശി സജീവ്. കള്ളി വെളിച്ചത്തായത് സ്വന്തം മരണം പ്രഖ്യാപിച്ച ശേഷം ആധാർ കാർഡ് ഉപയോഗിച്ച് തമിഴ്നാട്ടിൽ സിം എടുത്തതോടെ തമിഴ്നാട്ടിലുള്ള പ്രതിയെ എത്തിച്ച് തെളിവെടുത്തു. I have an idea. ഇന്നിതുവരെയുള്ള കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ എല്ലാ വാർത്തകളും കേരളം നടുങ്ങിയ സംഭവം. യോ അന്വേഷണ പുരോഗതികളും ആഴത്തെ സമഗ്ര ഒബ്സിഡിയൻ വിലയിരുത്തി ഇന്നു മുതൽ നമ്മൾ തുടങ്ങുന്നു വൻ വാർത്താ അപേക്ഷ. നമുക്ക് നോക്കാം കൈസ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പുതിയ അപ്ഡേറ്റുകളിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. തിരുവനന്തപുരം ബെഞ്ചിൽ യുവ അഭിഭാഷക ശ്യാമളിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതി അഡ്വക്കേറ്റ് ബേരിൻദാസിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഉടൻ വരും. കോടതി മാറ്റത്തെ തുടർന്ന് ഇന്നും ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേട്ടിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വകുപ്പ് നിലനിൽക്കില്ല എന്നാണ് പ്രതിഭാഗത്തിന്റെ പ്രധാന. Oh my god. ജാമ്യം നൽകിയാൽ സ്വന്തം ഓഫീസിലെ സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ഷഫീദ് റാവത്ത് യോ നമുക്ക് എൻ്റെ അളിയ. പഠിപ്പിച്ച കേസിൽ ബെയിൻ കിട്ടി പുറത്ത്
പോർഷനാണ്. നിയമത്തിൽ ധാരണയുണ്ടായിരുന്ന ആളായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇരയുടെ രഹസ്യമൊഴി ശേഖരിച്ചിട്ടില്ല. അതുകൊണ്ട് ജാമ്യം ഇപ്പോൾ നൽകുന്നത് ശരിയാണോ എന്ന് കോടതി പരിശോധിക്കണമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. അതേസമയം ബെയിലിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയിരുന്നു പ്രതിഭാഗം ഇന്നും ആയുധമാക്കിയത്. വാട്ടർ ഈസ് ബെറ്റർ. പ്രതിഭാഗം ഉയർത്തി ബെയിലിന്റെ നെറ്റിക്കും കണ്ണിലും മുറിവേറ്റിട്ടുണ്ട്. ഇത് വെറുതെ ഉണ്ടായതല്ലെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. കൂടാതെ ഈ കേസിൽ ജാമ്യമില്ലാ വകുപ്പായി പ്രധാന വകുപ്പായി ഉയർത്തുന്ന BNS 74 എന്താ ഈ സ്ത്രീത്വത്തെ അപമാനിച്ചതിനുള്ള വകുപ്പ് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന വകുപ്പ് നിലനിൽക്കില്ലെന്ന് പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞു. 3, 2, 1. മാത്രമാണ് അതുകൊണ്ട് ഇനിയും ശരിയല്ലെന്നും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു. അതേസമയം അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. ജാമ്യം നൽകിയാൽ ഞങ്ങൾക്ക് വേറെ ഈ പ്രതിയുടെ തോന്നുന്നില്ല. ഒരു തരത്തിലും ജാമ്യം നമുക്ക് വേറെ കേവ് കണ്ടുപിടിക്കണം തോന്നി. ഇതിനകത്ത് ഇങ്ങനെ. അറിയിച്ചു. ഏതായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചു അപ്പോൾ ഗൈസ് കാണുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഡയമണ്ട് ഇട്ടിട്ടുണ്ടെന്നൊക്കെ വളരെ സന്തോഷമായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ.